ഇന്ന് നമ്മളെ മുടി കൊഴിച്ചലിനും താരനൊക്കെ പോയിട്ട് മുടി നല്ല വളരാനുള്ളൊരു റെമഡിയാണ് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തലേ ദിവസം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അലോവേരയാണ് കേട്ടോ. അലോവേരയുടെ പകുതി വരെ എടുക്കാം നമുക്ക് മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഇത് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ്. ഇതുപോലെയുള്ള വീഡിയോ ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പുളിച്ച കഞ്ഞിവെള്ളമായിരിക്കണേ കണ്ടോ. ഇതിങ്ങനെ പാട കെട്ടിയിട്ട് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനിപ്പോൾ നല്ല പുളിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. താരൻ ഇപ്പോൾ ഈ വേനൽക്കാലത്ത് താരൻ പോലുള്ള ഒരു തരം ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ വേർത്ത് കഴിഞ്ഞാൽ, അതൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ഈ പുളിച്ച കഞ്ഞിവെള്ളം. അപ്പോൾ ഞാൻ ഇത്രയും പോകുന്നൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. കറ്റാർവാഴ എത്ര എടുത്താലും നമുക്കത് കൂടുതലൊന്നും ആവില്ല കേട്ടോ. അതാണ് ഈ വേനൽക്കാലത്ത് എപ്പോഴും മുടിക്ക് ശരീരത്തിന് കൊടുക്കുന്ന സ്കിന്നിന് കൊടുക്കുന്ന അതേ ശ്രദ്ധ മുടിക്കും കൊടുക്കണം. അപ്പോൾ ഈ കറ്റാർവാഴയുടെ ജെല്ല് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് എടുത്തപ്പോൾ ഇത്രയും ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കഞ്ഞിവെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒത്തിരി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കറ്റാർവാഴ ഇങ്ങനെ ഉടഞ്ഞ് വരില്ല, നല്ലോണം അരഞ്ഞ് വരണേ. ഞാനിത് അരച്ചെടുത്തത് കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല കണ്ടോ. ഈ ഒരു രീതിയിൽ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അതേ കഞ്ഞിവെള്ളത്തിലേക്ക് തന്നെ ഇതുപോലെ അരിച്ചൊഴിക്കുകയാണ്. ഇതിൽ ആ കറ്റാർവാഴയുടെ ചെറിയ ചെറിയ തരികളൊന്നും വീഴരുത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അങ്ങനെ കുളിച്ച് കഴിഞ്ഞാൽ അവർ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് അതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും ഇങ്ങനെ ജെല്ല് പോലെ. അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ വാർത്ത് നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇത് മാത്രം തേച്ചാലും മുടി വളരാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഇനി മുടിക്ക് നല്ല കണ്ടീഷണർ തേച്ച പോലുള്ളൊരു ഫീലും അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഗ്ലിസറിനാണ്, ഒരു 1/4 സ്പൂണോളം ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വിറ്റാമിൻ ഇ ടാബ്ലറ്റാണ് കേട്ടോ. അത് നമുക്ക് ഇതിൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഗ്രീൻ കളറിലുള്ള ടാബ്ലറ്റായിട്ട്. ഞാൻ സോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ വാങ്ങി വെച്ചതാണ്. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു ടാബ്ലറ്റ് ആണെങ്കിൽ ഒരു 2 എണ്ണം ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രോപ്പായിട്ട് ഒരു 6 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് മണത്തിനായിട്ടാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിന് ഒരു പുളിച്ച മണം ഉണ്ടാവില്ലേ, ആ മണം പോകാൻ വേണ്ടിയിട്ട് ഇത് ജാസ്മിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. അതൊരു 2-4 തുള്ളി അതിൽ ഇങ്ങനെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഒഴികെ കഞ്ഞിവെള്ളം കറ്റാർവാഴയും മാത്രം തലയിൽ തേച്ചാൽ മുടി നല്ല സമൃദ്ധമായിട്ട് വളരും കേട്ടോ. ഇതിപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടാണ്. സ്കൂളിൽ ഒക്കെ പോയിട്ട് ഇപ്പോൾ ഈ ചൂടൊക്കെ കൂടിയപ്പോൾ സ്കൂളിലൊക്കെ പോയി വരുമ്പോൾ ഭയങ്കര ചൊറിച്ചിലും ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെയാണ് കേട്ടോ. ഞാൻ അവളവിടെ ഇരുത്തിയിട്ടുണ്ട്. അവളായിട്ട് വീഡിയോ ചെയ്തിട്ട് കുറേ ആയേ. മുടിയൊന്ന് ചീകി എടുത്ത് കുറച്ചൊന്ന് ഒരു ഇച്ചിരി എണ്ണ ഇട്ടിട്ടുണ്ട്. എണ്ണ ഇടാൻ കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി എണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളേ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക അമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾ ഈ തല ചൊറിച്ചിലും പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉള്ള മുടി ഇങ്ങനെ ചൊറിഞ്ഞിട്ടും ഡാൻഡ്രഫും ഈ ചൂട് കൊണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും പിന്നെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ ഈ വേനൽക്കാലത്ത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. തണുത്ത കഞ്ഞിവെള്ളം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഈ കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം മുടിക്ക് നല്ല തണുപ്പ്, തലയുടെ ഉള്ളിലൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അത് തലയിൽ ആദ്യം ഒന്നിങ്ങനെ റൂട്ടിലൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ തുമ്പ് ഉണ്ടല്ലോ, ഈ ഭാഗത്താണ് കൂടുതലും ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത് മുടി വെട്ടിയതാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പാർലറിൽ പോയിട്ട് മുടി വെട്ടിയതാണ് മോളെ. ഇപ്പോൾ സ്കൂളിൻ്റെ കുറേ തിരക്കും എക്സാമൊക്കെ ആയതുകൊണ്ടാണ് ഇവളെ ഈ ഒരു വീഡിയോ, ഇങ്ങനത്തെ മുടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൽ കൊണ്ടുവരാതിരുന്നത്. ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ താഴെയും അതുപോലെ റൂട്ടിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം കേട്ടോ. ഇത് എണ്ണമയമൊന്നും അധികം ഉണ്ടാവുമൊന്നുമില്ല. നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ തലേ ദിവസത്തെ ചോറ് വെച്ച കഞ്ഞിവെള്ളം ഇതുപോലെ ചെറിയ ബൗളിലിട്ടിട്ട് അത് ഈ ഒരു രീതിയിൽ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളഞ്ഞാൽ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൊറിച്ചിൽ കൊണ്ടുണ്ടാവുന്ന ഇൻഫെക്ഷനോ മുടി കൊഴിച്ചിലോ ഒന്നും വരില്ല കേട്ടോ. മുടി നല്ല വളർച്ചയാണ് ഉണ്ടാവുക. ഇത് ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകിയിട്ട് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ മുടി ഉണങ്ങിയതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ. മുടി അധികം ഇങ്ങനെ കെട്ടൊന്നും വീഴാതെ കുറച്ചിങ്ങനെ
നല്ലൊരു ഫീലാണ് ഉണ്ടാവുക. മാത്രമല്ല നമ്മളെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പിന്നെ അത് വരില്ല, തല ചൊറിയില്ല എന്നുള്ളതാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കൈ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് അതിങ്ങനെ ഡാൻഡ്രഫ് പോലെ പൊങ്ങി നിൽക്കുമ്പോഴൊക്കെ അതൊരു വല്ലാത്ത വൃത്തികേടാണ്. അപ്പോൾ എല്ലാവർക്കും, വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഈസി റെമഡിയാണ് പുളിച്ച കഞ്ഞിവെള്ളം. എല്ലാവരും ചെയ്ത് നോക്കണം. ഈ ഒരു ചൂട് കാലത്ത് 1 രൂപ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റിയൊരു റെമഡിയാണ് കേട്ടോ. പുളിച്ച കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ ഈ മുടിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്.